കഴിഞ്ഞ ദിവസമേ കൊച്ചിയിലെ മാളിൽ പോയപ്പം എന്നെ കൊതിപ്പിച്ച ഒരു സാധനമാണിത്. പച്ചമുളക്, നല്ല കാന്താരിയാണ്. ഇത് കണ്ടപ്പോൾ കൊതിയായിട്ട് വരില്ല. അപ്പോൾ ഇത് വാങ്ങിച്ചെന്ന് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കാന്താരി മുളക് കണ്ടിട്ട്. അപ്പോൾ നമുക്കിന്ന് ഉപ്പിലിടാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കാന്താരി മുളക് കഴുകി വാരി അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുപ്പിയൊക്കെ കഴുകി തുടച്ച കുപ്പിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച 1 സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കുവാണ്. കുറച്ച് മുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞതാണ്, കഴുകി തുടച്ചെടുത്തതാണ്, വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല കേട്ടോ. കുറച്ച് മുളക്, കുറച്ച് ഉപ്പ്, ഇങ്ങനെ ലെയറായിട്ട് നമുക്കിത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. മുളകും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ്. വെള്ളം നല്ലതുപോലെ ആറണം കേട്ടോ. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, തിളപ്പിച്ച് ആറ്റിയ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളകിൻ്റെ മുകളിൽ നന്നായിട്ട് വെള്ളം നിൽക്കണം. പുളി ഉണ്ടോ നോക്കട്ടെ. വിനാഗിരിയുടെ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുവാണ്. കൊളസ്ട്രോളിനും ഷുഗറിനൊക്കെ നല്ലതാട്ടോ. ഒരാഴ്ച കഴിയുമ്പം ഇത് റെഡിയാവുക. അപ്പോൾ ചോറൊക്കെ ഉണ്ടുമ്പം ഒരു 2 മുളകൊക്കെ ഇതിൽ നിന്നെടുത്ത് കഴിക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.